നമസ്കാരം, മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് ആദ്യമായി കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം JN.1 കേരളത്തിൽ കണ്ടെത്തിയതോടെ ജാഗ്രത ശക്തമാക്കി. അതിനിടെ സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ 1000 കടന്നു. ഇതുവരെ 1234 പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ശക്തമായ നിരീക്ഷണ സംവിധാനത്തിന്റെ സഹായത്തോടെ ജനിതക ഘടന പരിശോധന നടത്തുന്ന ലാബുകളുടെ കൺസോർഷ്യമായ ഇൻസാഗോഗ് തിരുവനന്തപുരം സ്വദേശിനിയുടെ സാമ്പിളിലാണ് വകഭേദം കണ്ടെത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ജനിതക ശ്രേണീകരണ പരിശോധന നടത്താനിരുന്നപ്പോഴും കേരളം സ്ഥിരമായി സാമ്പിളുകൾ അയച്ചിരുന്നു. വൈറസ് വകഭേദമായ ഒമിക്രോണിന്റെ ഉപവകഭേദമാണ് JN.1. പാർലമെന്റിന് അകത്തും പുറത്തും പുകബോംബുകൾ പ്രയോഗിച്ച് പ്രതിഷേധിച്ചവരുടെ മൊബൈൽ ഫോണുകൾ കത്തിച്ച നിലയിൽ പോലീസ് വീണ്ടെടുത്തു. എന്നാൽ മുഖ്യ ആസൂത്രകനെന്ന് പോലീസ് വിശേഷിപ്പിക്കുന്ന ബീഹാർ സ്വദേശി ലളിത് ഛായുടെ മൊബൈൽ ഫോൺ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ലോക്സഭയ്ക്കുള്ളിൽ പ്രതിഷേധിച്ച സാഗർ ശർമ്മ, മനോരഞ്ജൻ, പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ച നീലം വർമ്മ, അമോൽ ഷിൻഡെ എന്നിവരുടെ ഫോണുകളാണ് കത്തിച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെടുത്തത്. പാർലമെന്റിലേക്ക് പോകുന്നതിന് മുമ്പായി പ്രതിഷേധ സംഘത്തിലെ 4 പേരും ഫോണുകൾ ലളിത് ഛായ്ക്ക് കൈമാറിയിരുന്നു. പാർലമെന്റിന് പുറത്തെ പ്രതിഷേധം സ്വന്തം മൊബൈലിലൂടെ ലൈവ് സ്ട്രീം ചെയ്ത ഛാ പിന്നീട് മറ്റ് 4 പേരുടെ ഫോണുകളുമായി രാജസ്ഥാനിലേക്ക് പോയി. 2034 ഫിഫ ലോകകപ്പിന് വേദിയാകാൻ ഇന്ത്യയുടെ ശ്രമം. 2034 ലോകകപ്പ് വേദിയായി സൗദി അറേബ്യയെ ഫിഫ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സൗദിയുമായി ചർച്ച നടത്താനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഭരണസമിതിയുടെ തീരുമാനം. ആകെ 104 മത്സരങ്ങളാണ് ലോകകപ്പിൽ അരങ്ങേറുന്നത്. ഇതിൽ 10 മത്സരങ്ങളിലെങ്കിലും വേദിയാകാനാണ് ഇന്ത്യയുടെ ശ്രമം. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ യോഗത്തിൽ സൗദി അറേബ്യയെ ഇന്ത്യ പിന്തുണച്ചിരുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.